രാജ്യം കടക്കിണിയിൽ. എന്നാണാവോ എന്റെ ദൈവമേ നമ്മുടെ രാജ്യം ഈ കടക്കിണിയിൽ നിന്ന് മോചിതമാകുന്നത്. എടാ ടിൻഡു, നീ കേൾക്കുന്നുണ്ടോ? ഞാൻ കേട്ടിട്ട് എന്താ അച്ഛാ? രാജ്യം കടം വാങ്ങുമ്പോ എന്നോട് ചോദിച്ചില്ലല്ലോ. രാവിലെ തന്നെ തർക്കുത്തരവുമായിട്ട് ഇറങ്ങിയതാ. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല, വെറുതെ മൂഡ് പോവും. മോനെ, അച്ഛനില്ലേ ഇവിടെ? അച്ഛനല്ലേ ഈ ഇരിക്കുന്നത്? അച്ഛൻ? ഓ, മനസ്സിലായി. അയ്യോ ചേട്ടാ, അച്ഛൻ ഇവിടെ ഇല്ല, കൽക്കട്ടയ്ക്ക് പോയതാ. കൽക്കട്ടയ്ക്കോ? ഇന്നലെ രാത്രി ഞാൻ കണ്ടതാണല്ലോ. കാലത്ത് വീട്ടിൽ വരാനും പറഞ്ഞു. മൈ ഗോഡ്, ഇതും കടം വാങ്ങിയ കേസ് തന്നെ. അത് ചേട്ടാ, കൽക്കട്ടക്കല്ല, കരിക്കട്ട. അത് വാങ്ങാൻ ടൗണിൽ പോയതാ. 2 ദിവസം കഴിഞ്ഞേ വരൂ. ടൗണിൽ നിന്ന് കരിക്കട്ട വാങ്ങി വരാൻ 2 ദിവസോ? നമ്മുടെ നാടല്ലേ ചേട്ടാ, പെട്ടെന്നെങ്ങാനും ഒരു ഹർത്താൽ വന്നാ പോരെ. ചിലപ്പോ വേഗം വരാനും മതി. ദൈവമേ, ഇവൻ എന്തിനാ ആ ചങ്ങാതിയോട് കിന്നാരം പറഞ്ഞു നിൽക്കുന്നത്? അതെ ചേട്ടാ, കരിക്കട്ട കൊണ്ട് പല്ല് തേച്ചാ വെളുക്കുമെന്ന് പറഞ്ഞത് ശരിയാണോ? നിന്റെ അച്ഛന്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിലേ കരിക്കട്ട കൊണ്ട് തേച്ച് വെളുപ്പിക്കാൻ വായിൽ പല്ലുണ്ടാവില്ല. അയ്യോ, അച്ഛന്റെ പല്ല് എവിടെ പോവും? പല്ല് കൽക്കട്ടയ്ക്ക് പോവും. എടാ, ഞാൻ തല്ലി കൊഴിക്കുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പറഞ്ഞേക്കണം നിന്റെ അച്ഛനോട്, കേട്ടല്ലോ? എന്താ ഒരു ദാഹം! വെള്ളം കുടിച്ച് പണിയായി മനുഷ്യൻ. ആരാടാ ഇപ്പൊ വന്നത്? ആളെ അറിയില്ല. കണ്ടിട്ട് എന്ത് തോന്നുന്നു? പണം കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഞാനത് മറന്നു. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. എന്ത്? കടം വാങ്ങിയാ കൊടുക്കരുതെന്നോ? അതല്ലടാ, രാവിലെ ഉറങ്ങി എഴുന്നേറ്റാ കുറെ ഓടണമെന്ന്. കഷ്ടം. അപ്പൊ ഡോക്ടർക്ക് വരെ മനസ്സിലായി അച്ഛന് നാട് മുഴുവൻ കടമാണെന്ന്. അയ്യേ.